ഉക്രൈനിലെ യുദ്ധമുഖത്തു നിന്നും ഭാരതീയരായ മെഡിക്കൽ വിദ്യാർത്ഥികളെ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയും അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രത്യേകിച്ച് മലയാളിയായ സഹമന്ത്രി വി മുരളീധരൻ്റെയും ശക്തമായ ഇടപെടലാണെന്ന് ഏവർക്കും അറിയാം. അവിടെ നിന്നും തിരികെ എത്തിയ മലയാളി വിദ്യാർത്ഥികളാണ് ഇത്തവണ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന വി മുരളീധരന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക സംഭാവനയായി നൽകിയത്. അത് നൽകിയത് മലയാളിയായ സായി ശ്രുതിയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സായി ശ്രുതി ഈ തുക കൈമാറിയിരിക്കുന്നു. നമുക്ക് സായി ശ്രുതിയോട് തന്നെ ചോദിക്കാം. ഈ ഉക്രൈൻ യുദ്ധമുഖത്തു നിന്നും രക്ഷപ്പെട്ട മലയാളി എന്നുള്ള നിലയിൽ നിരവധി വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു. നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പും നമ്മുടെ മലയാളിയായ സഹമന്ത്രി വി മുരളീധരനുമൊക്കെ നടത്തിയ ഇടപെടൽ എങ്ങനെയായിരുന്നു? അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയാമോ? അതെ, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുട്ടികളെ അത്രയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടെ നിന്ന് നമ്മൾ ഇത്രയും കുട്ടികളെ സേഫായിട്ട് ഇവിടെ എത്തിക്കാൻ പറ്റിയത് അവരുടെ ഇടപെടലുകൾ അത്രയും നല്ലതായതുകൊണ്ടാണല്ലോ. അപ്പം അത് എന്താ പറയുക, ഞങ്ങളിപ്പോഴും താങ്ക്ഫുള്ളാണ്. ജീവനോട് ഇവിടെ എത്താൻ പറ്റിയതിൽ വളരെയധികം നന്ദി. വി മുരളീധരൻ തന്നെ പറയുന്നുണ്ട്, വിദ്യാർത്ഥികളുമായി സംസാരിച്ചു, പക്ഷേ അവരുടെ രക്ഷിതാക്കളുടെ ആശങ്കയായിരുന്നു വലുത്. അവരുമായിട്ടും മന്ത്രി കൃത്യമായ വിവരങ്ങൾ അവരെ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീടും നമ്മളുമായിട്ടൊക്കെ എങ്ങനെയാണ് ഈ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടതെന്ന് പറയാമോ? ഇങ്ങനെ ഗൂഗിൾ ഫോംസ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു. അതല്ലാതെ തന്നെ നമ്മൾ ഓരോ കുട്ടികളുടെയും വീട്ടിൽ പല തവണകളായിട്ട് കോൾ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്, കുട്ടികളെ വിളിക്കാറുണ്ടോ, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, പറയുന്നുണ്ടോ, എല്ലാം സേഫാണോ എന്നിങ്ങനെ പറയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ തുക, ഈ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള തുക കൈമാറാനുള്ള ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? അതൊന്ന് പറയാമോ? നിങ്ങളെല്ലാം കൂടി എടുത്ത തീരുമാനമാണോ? അതെ, എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഇപ്പോൾ പാരൻസും സ്റ്റുഡൻസുമായിട്ടൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ സാർ ഇപ്പോൾ കാൻഡിഡേറ്റ് ഇലക്ഷന് നിൽക്കുന്ന സ്ഥിതിക്ക് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടോക്കൺ ഓഫ് റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് എമൗണ്ട് നമ്മൾ ഓൺലൈനായിട്ട് കളക്ട് ചെയ്തു. അത് ഇങ്ങനെ ഡെപ്പോസിറ്റ് തുകയായിട്ട് കൈമാറാനായിട്ടാണ് ഇന്ന് വന്നത്. നിങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നോ? യുദ്ധമുഖത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ തുടങ്ങിയ ആശങ്കയൊക്കെ ആദ്യ സമയത്തുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് ഇവിടെ എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എത്തി, അത്രയാണ്. അവരുടെ നന്ദി സൂചകമായിട്ടാണ് അവരെല്ലാം കൂടി എടുത്ത തീരുമാനമാണ്. എല്ലാ വിദ്യാർത്ഥികളും ചേർന്നാണ് 25,000 രൂപ അദ്ദേഹത്തിന് നൽകുകയാണ്. കെട്ടിവെക്കാനുള്ള തുക അവരെല്ലാം കൂടി അവരുടെ സംഭാവനയായി നൽകുകയാണ്. ഉക്രൈനിൽ നിന്നും തിരികെ എത്തിയ ആ കുട്ടികളുടെ ഒരു സന്തോഷം അവർ ഇതിലൂടെ പങ്കുവെക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്.